ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സാധാരണ പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഒരുപാട് പുട്ട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ട്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഗ്ലാസ്സിനാണെങ്കിലും നിങ്ങൾക്ക് അളന്നെടുക്കുക. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് നമുക്ക് 3/4 ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഏത് ഗ്ലാസ്സിനാണെങ്കിലും അതിൻ്റെ ഒരു 3/4 ഗ്ലാസ് അളവിലാണ് വെള്ളം വേണ്ടി വരിക. ഒരു ഗ്ലാസ് മുഴുവനായിട്ട് എടുക്കരുത്, അപ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നിങ്ങൾ 3/4 ഗ്ലാസ് എടുത്തിട്ട് കുറേശ്ശെ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നനച്ചെടുക്കുക. അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈയിട്ടിട്ട് നമ്മൾ സാധാരണ പുട്ട് ഉതിർത്തിയെടുക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ പൊടിയും ഒന്ന് ആ ഒരു നനവാകുന്ന വരെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് നന്നായിട്ട് തന്നെ നല്ല ചെറിയ തരിയായിട്ട് തന്നെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി നമുക്കറിയാലോ, ഗോതമ്പ് മൈദയൊക്കെ പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് പോകും. അരിപ്പൊടി പോലെയല്ല, തരിയില്ലാത്ത കാരണം. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്നിച്ചിതുപോലെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ടയായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ പുട്ടുണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ നല്ല കട്ടയായിട്ടുള്ള പുട്ടാവും കിട്ടുക. സോഫ്റ്റ് ഉണ്ടാവും, പക്ഷേ ഒരു കട്ടയായിട്ടാവും പുട്ടുണ്ടാവും. അപ്പോൾ ആർക്കും അധികം ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത് നല്ല പോലെ നമുക്ക് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ആ പൾസ് ബട്ടണൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട്, ഞാൻ ചെറിയ ജാറാണ് അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കട്ടെ, ഒരുപാട് സമയം അടിച്ചെടുക്കരുത്. അപ്പോൾ പൊടിയെല്ലാം കൂടെ നന്നായിട്ട് തന്നെ കട്ടയായിട്ട് പോവും. അപ്പോൾ ഒന്നാണ്ട് അടിച്ചെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ അരിപ്പൊടി കൊണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പൊടിയൊക്കെ വാട്ടിയിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പുട്ട് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ബാക്കി എല്ലാ പൊടിയും നമുക്കിതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു പുട്ട് കുറ്റി എടുത്തിട്ട് അതിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലുള്ളൊരു കുറ്റി എടുത്തിട്ടുള്ള കുറച്ച് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് സാധാരണ പുട്ട് കുറ്റിയിൽ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ചിരട്ടയിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിരട്ടയുടെ ആ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് ഈ ഒരു പുട്ടിന് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ചിരട്ടയിലും ഈ ഒരു പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുകളിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ തേങ്ങയൊക്കെ ചേർക്കുകയാണെങ്കിൽ പുട്ട് എത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയൊക്കെ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് പുട്ട് ചുട്ടെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ പുട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിക്കുന്നൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, സാധാരണ എല്ലാവരും പുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. അത് പഴത്തിൻ്റെ കൂടെ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് പുട്ടാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയാണെന്ന് വിചാരിച്ചിട്ട് ബലം പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. വൈകുന്നേരം വരെ, ഇനി പിറ്റേ ദിവസം വരെ വേണമെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. സാധാരണ നിങ്ങൾ സാധാ വെള്ളമൊക്കെ വെള്ളം ചേർത്തിട്ടാവും പൊടിയൊക്കെ നനച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതുപോലെ നല്ല തിളപ്പിച്ച വെള്ളം കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ എൻ്റെ പുട്ടിൻ്റെ റെസിപ്പീസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.